ഹലോ ഫ്രണ്ട്സ്, ജോഗ്രഫി ക്ലാസ്സസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോയിൽ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ അധികം സമയം കളയാതെ നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. സോയിൽ എന്ന സെഷനിൽ എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്? ഒന്ന്, സോയിൽ, അതിൻ്റെ ഡെഫിനിഷൻ. രണ്ടാമതായിട്ട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സോയിൽ ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡെഫിനിഷൻ നോക്കും, അതിനുശേഷം ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സോയിൽ ഫോർമേഷൻ, ദെൻ സോയിൽ പ്രൊഫൈൽ എന്താണ്, അതിനുശേഷം ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ ബേസ്ഡ് ഓൺ ഇറ്റ് സൈസ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സോയിൽ? സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ തിൻ ടോപ്പ് ലെയർ ഓൺ എർത്ത് ക്രസ്റ്റ് comprising rock particles mixed with organic matters. അതായത് സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിൻ്റെ ക്രസ്റ്റിൻ്റെ മുകളിൽ കാണുന്ന ഒരു തിൻ ടോപ്പ് ലെയർ ആണ്. ഇനി ആ ടോപ്പ് ലെയർ ഉണ്ടായിരിക്കുന്നത് രണ്ട് വസ്തുക്കൾ കൊണ്ടാണ്. ഒന്ന് ഓർഗാനിക് മാറ്റർ, രണ്ട് നമ്മുടെ റോക്ക് പാർട്ടിക്കിൾസ്. നമ്മുടെ ഭൂരിഭാഗം പേരുടെയും വിചാരം റോക്ക് പൊടിഞ്ഞാണ് സോയിൽ ഉണ്ടാവുന്നത് എന്നാണ്. റോക്ക് പൊടിഞ്ഞ് തന്നെയാണ് സോയിൽ ഉണ്ടാവുന്നത്, പക്ഷേ സോയിലിൽ റോക്ക് പാർട്ടിക്കിൾസ് മാത്രമല്ല ഉള്ളത്. എന്തുകൊണ്ട്? ഓർഗാനിക് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഓർഗാനിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ചെടികൾ അല്ലെങ്കിൽ മൃഗങ്ങൾ, അവരുടെ കർക്കാസസ് അല്ലെങ്കിൽ വേസ്റ്റ്, ഇതെല്ലാം കൂടി ചേർന്നാണ് ഓർഗാനിക് മാറ്റർ സോയിലിൽ എത്തുന്നത്. ഇനി സോയിലിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര്, അത് പെഡോളജി എന്നാണ്. പെഡോ എന്ന് പറഞ്ഞാൽ സോയിൽ എന്നാണ് അർത്ഥം. അപ്പം പെഡോളജി മീൻസ് സ്റ്റഡി ഓഫ് സോയിൽ. ദെൻ എന്താണ് പെഡോജനസിസ്? പെഡോജനസിസ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ പ്രോസസ് ഓഫ് സോയിൽ ഫോർമേഷൻ. സോയിൽ ഫോം ചെയ്യുന്ന നാച്ചുറൽ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ പെഡോജനസിസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടും സോയിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത് റോക്ക് പാർട്ടിക്കിൾസ് കൊണ്ടാണ്. ഈ റോക്ക് പാർട്ടിക്കിൾസിൻ്റെ ഫ്രാഗ്മെൻ്റ് ആക്കുന്ന അല്ലെങ്കിൽ റോക്കിനെ ഫ്രാഗ്മെൻ്റ് ആക്കുന്നത് ആരാണ്? റോക്കിനെ ഫ്രാഗ്മെൻ്റ് ആക്കുന്നത് മെയിനായിട്ട് ജിയോമോർഫിക് ഏജൻസ് ആയ വിൻഡ്, വാട്ടർ പോലെയുള്ള വസ്തുക്കളാണ്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ചും റോക്ക് പാർട്ടിക്കിൾസ് ക്രിയേറ്റ് ചെയ്യപ്പെടാം. അപ്പോൾ ഇതാണ് സോയിലിൻ്റെ ഒരു ഡെഫിനിഷനും കാര്യങ്ങളും. ഇപ്പോൾ സോയിൽ എന്ന് പറഞ്ഞാൽ തിൻ ടോപ്പ് ലെയർ ഓൺ എർത്ത് ക്രസ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞു അത് ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും രണ്ട് മെറ്റീരിയൽസ് കൊണ്ടാണ്. ഒന്ന് റോക്ക് പാർട്ടിക്കിൾ, രണ്ട് ഓർഗാനിക് മെറ്റീരിയൽസ്. ഇനി റോക്കിനെ കുറിച്ചുള്ള പഠനം പെഡോളജി എന്നറിയപ്പെടുന്നു. റോക്ക് ഉണ്ടാവുന്ന പ്രോസസ്സ് പെഡോജനസിസ് എന്ന് അറിയപ്പെടുന്നു. പ്രധാനമായും റോക്ക് ഉണ്ടാവുന്നത് ജിയോമോർഫോളജിക്കൽ ഏജൻസ് ആയ വിൻഡ്, റിവർ എല്ലാം കൊണ്ടാണ്. ഇത് മാത്രമല്ല, ക്ലൈമാറ്റിക് ചേഞ്ചസും സോയിൽ ഉണ്ടാവാനായിട്ട് സഹായിക്കും. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സാണ് സോയിൽ ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സോയിൽ ഫോർമേഷൻ. ഒന്ന്, റോക്ക് പൊടിഞ്ഞാണ് സോയിൽ ഉണ്ടാവുന്നതെങ്കിൽ തീർച്ചയായും ഏത് റോക്കിൽ നിന്നാണ് ആ സോയിൽ ഉണ്ടായത്? അതാണ് ഫസ്റ്റ് ഫാക്ടർ എഫക്റ്റിംഗ് സോയിൽ ഫോർമേഷൻ. അപ്പം നമുക്ക് പറയാം പാരന്റ് റോക്ക് മെറ്റീരിയൽ. ഇനി അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ സർഫസ് റിലീഫ്. സർഫസ് റിലീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു സ്ഥലത്തിൻ്റെ ചരിവ് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു കിടപ്പ് വശം. ഓക്കെ, അപ്പോൾ ഒരു മൗണ്ടൻ ഉണ്ടെങ്കിൽ മൗണ്ടന് സ്റ്റീപ്പ് സ്ലോപ്സ് ആയിരിക്കും. ഇതിൻ്റെ താഴെ സോയിൽ ഫോർമേഷൻ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ ഒരു പ്ലെയിൻസ് ആണെങ്കിൽ അവിടെ സോയിൽ ഫോം ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. മിക്കവാറും മൗണ്ടൻ്റെ കീഴിലായിരിക്കും പ്ലെയിൻസ് ഉണ്ടായിരിക്കുക. ഈ പ്ലെയിൻസിലോട്ട് സോയിൽ വരുന്നത് സ്ലോപ്സ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സർഫസ് റിലീഫ് എന്നതുകൊണ്ട്. അടുത്തതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ക്ലൈമറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, അതായത് ടെമ്പറേച്ചർ കൂടുമ്പോഴും കുറയുമ്പോഴും, അങ്ങനെ ടെമ്പറേച്ചർ കൂടുകയും കുറയുകയും ചെയ്യുകയാണെങ്കിൽ റോക്സ് ഫ്രാഗ്മെൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ മഴ പെയ്യുന്ന സ്ഥലങ്ങളിൽ വെതറിങ് കൂടുതൽ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ക്ലൈമറ്റ് സോയിലിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അടുത്തതായിട്ട് നാച്ചുറൽ വെജിറ്റേഷൻ. നമ്മൾ പറഞ്ഞു സോയിലിൽ രണ്ട് കമ്പോണൻസ് ആണ്. ഒന്ന് റോക്ക് പൊടിയുന്ന പാർട്ടും, രണ്ട് ഓർഗാനിക് കമ്പോണൻസും. അപ്പോൾ ഈ ഓർഗാനിക് കമ്പോണൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അവിടെയുള്ള നാച്ചുറൽ വെജിറ്റേഷനാണ്. അവിടെയുള്ള ട്രീസ്, പ്ലാന്റ്സ്, ഇവരാണ് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം നാച്ചുറൽ വെജിറ്റേഷൻ ഒരു ഫാക്ടറാണ്. ദെൻ
ടൈം, അതായത് 1 മില്ലിമീറ്റർ സോയിൽ ഉണ്ടാവാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം 100 വർഷമൊക്കെയാണ്. അപ്പോൾ ടൈം കൂടുന്നതനുസരിച്ച് സോയിൽ ഫോർമേഷനുള്ള ചാൻസ് കൂടുമെന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മെയിൻ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട്സ് ദി സോയിൽ ഫോർമേഷൻ. ഏതൊക്കെയാണ്? പാരന്റ് റോക്ക് മെറ്റീരിയൽ, സർഫസ് റിലീഫ്, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് ടൈം. ഇനി നമുക്ക് നോക്കാനുള്ളത് സോയിൽ പ്രൊഫൈൽ. എന്താണ് സോയിൽ പ്രൊഫൈൽ? നിങ്ങൾ ഈ പിക്ചർ കാണുന്നുണ്ടല്ലോ, ഒരു വെർട്ടിക്കൽ കോളം ഓഫ് സോയിലിനെയാണ് സോയിൽ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് എ വെർട്ടിക്കൽ സെക്ഷൻ ത്രൂ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ദ സോയിൽ ഈസ് കോൾഡ് സോയിൽ പ്രൊഫൈൽ. അതായത് ഇതൊരു വെർട്ടിക്കൽ സെക്ഷൻ ഓഫ് സോയിലാണ്. ഇതിൽ തന്നെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ട്. ഈ ഓരോ ലെയറിലും അതിൻ്റെ ഓരോ ലെയറിൻ്റെയും കളറ്, ടെക്സ്ചർ, ഡെപ്ത്, കെമിക്കൽ കോമ്പോസിഷൻ ഇതൊക്കെ ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു വെർട്ടിക്കൽ സെക്ഷൻ ഓഫ് അല്ലെങ്കിൽ വെർട്ടിക്കൽ സെക്ഷൻ ഓഫ് സോയിൽ അല്ലെങ്കിൽ ഒരു വെർട്ടിക്കൽ കോളം ഓഫ് സോയിലാണ് സോയിൽ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഈ സോയിൽ പ്രൊഫൈലിൽ തന്നെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ട്. ഈ ലെയേഴ്സിൽ ഓരോ ലെയേഴ്സിനും ഡിഫറെൻറ്റ് കളേഴ്സാണ്. അതുപോലെ തന്നെ ഈ ഓരോ ലെയേഴ്സിൻ്റെയും ടെക്സ്ചറിൽ വേരിയേഷൻ ഉണ്ട്, കെമിക്കൽ കോമ്പോസിഷനിൽ വേരിയേഷൻസ് ഉണ്ട്. ഇനി സോയിൽ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു സോയിൽ പ്രൊഫൈലിൻ്റെ ടോപ്പ് ലെയർ എന്ന് പറയുന്നത് ഓ ലെയർ അല്ലെങ്കിൽ ഹ്യൂമസ് ഓർഗാനിക് ലെയർ ആണ്. അപ്പോൾ ഫസ്റ്റ് ലെയറിനെ നമ്മൾ വിളിക്കുന്നത് ഓർഗാനിക് ലെയർ എന്നാണ്. അതുകൊണ്ടാണ് അതിനെ ഓ ലെയർ എന്ന് പറയുന്നത്, ഓർഗാനിക്കിൻ്റെ ഓ. ഇനി അടുത്ത ലെയർ എന്ന് പറയുന്നത് എ ലെയർ ആണ്. എ ലെയറിനെ നമ്മൾ വിളിക്കുന്നത് ടോപ്പ് സോയിൽ എന്നാണ്. എ ലെയറിൻ്റെ താഴെ കാണുന്ന ലെയറാണ് ഇ ലെയർ. ഇ ലെയർ ഈസ് ഓൾസോ നോൺ ആസ് എലൂവിയേറ്റഡ് ഹൊറൈസോൺ. അപ്പോൾ ഈ എലൂവിയേറ്റഡ് ഹൊറൈസോൺ എന്ന് പറയുന്നത് എല്ലാ സോയിലിലും കാണില്ല. വെൽ ഡെവലപ്ഡ് സോയിൽസിൽ മാത്രമേ എന്ത് കാണുള്ളൂ? ഈ ലെയർ കാണത്തുള്ളൂ. എല്ലാ സോയിലിലും കാണത്തില്ല. വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള സോയിലിൽ മാത്രമേ എലൂവിയേറ്റഡ് ഹൊറൈസോൺ അല്ലെങ്കിൽ ഈ ഹൊറൈസോൺ കാണത്തുള്ളൂ. അടുത്ത ലെയറാണ് ബി ഹൊറൈസോൺ. ബി ഹൊറൈസോൺ അറിയപ്പെടുന്നത് സബ്സോയിൽ എന്നാണ്. അടുത്തത് സി അറിയപ്പെടുന്നത് പാരന്റ് മെറ്റീരിയൽ എന്നാണ്. ലാസ്റ്റ് വണ്ണാണ് ആർ ഓർ ബെഡ് റോക്ക്. ഓക്കെ, ആർ ഓർ ബെഡ് റോക്ക്. അപ്പോൾ ഇത്രയുമാണ് ഒരു സോയിൽ പ്രൊഫൈലിലെ ഡിഫറെൻറ്റ് ലെയേഴ്സ്. ഈ ലെയേഴ്സിന് നമ്മൾ ഹൊറൈസോൺ എന്നാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓരോ ഹൊറിസോണും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയണം. ഫസ്റ്റ് വരുന്ന ഹൊറൈസോൺ ഓ ഹൊറൈസോൺ, ദെൻ എ ഹൊറൈസോൺ, ഇ ഹൊറൈസോൺ, ബി ഹൊറൈസോൺ, സി ആൻഡ് ആർ. ഇത്രയുമാണ് ഇതിൽ ഡിഫറെൻറ്റ് ഹൊറിസോൺസ്. ഇനി നമുക്ക് നോക്കാം ഓരോ ഹൊറിസോൺസിൻ്റെയും പ്രത്യേകത എന്താണ്. അപ്പോൾ ഫസ്റ്റ് ഓ ഹൊറിസോൺ. ഞാൻ പറഞ്ഞു ഓ എന്ന് വിളിക്കാൻ കാരണം ഓർഗാനിക് മെറ്റീരിയൽ ആയതുകൊണ്ടാണ്. സോ ദിസ് ലെയർ ഈസ് ഡോമിനേറ്റഡ് ബൈ ഓർഗാനിക് മെറ്റീരിയൽ. ഈ ലെയർ ഡോമിനേറ്റ് ചെയ്യുന്നത് ഓർഗാനിക് മെറ്റീരിയൽ ആണ്. ഇതിൻ്റെ ഉള്ളിൽ സാധാരണ കാണുന്നത് ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള, അതായത് ഡീകമ്പോസ് ചെയ്യാത്ത അല്ലെങ്കിൽ പാർഷ്യലി ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള ലീവ്സ്, നീഡിൽസ്, ട്വിഗ്സ്, മോസസ്, ലൈക്കൻസ്, അതായത് ചെടിയുടെ പാർട്ടിക്കിൾസ് ആണ് ഇവിടെ കാണുന്നത്. അത് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഓ ഹൊറൈസോൺ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ഹൊറൈസോൺ എന്ന അർത്ഥത്തിലാണ് ആ പേര് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ആ ലെയറിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് ഓർഗാനിക് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ അതിൽ തന്നെ പ്രധാനമായും വരുന്ന ഓർഗാനിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അൺഡീകമ്പോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാർഷ്യലി ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള ലീവ്സ്, നീഡിൽസ്, ട്വിഗ്സ്, മോസസ്, ലൈക്കൻസ്, ഇതൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചർ കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ ആദ്യത്തെ ലെയറിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ഇവിടെ പുല്ലും കാര്യങ്ങളൊക്കെയാണ് നിൽക്കുന്നത്, പുല്ല് ചെടികളൊക്കെയാണ് നിൽക്കുന്നത്. അതിൻ്റെ താഴെയാണ് ടോപ്പ് സോയിൽ എന്ന ലെയർ വരുന്നത്. അതായത് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ എ ഹൊറിസോൺ അല്ലെങ്കിൽ ടോപ്പ് സോയിൽ, അതുമല്ലെങ്കിൽ സർഫസ് സോയിൽ. ഇതിൻ്റെ പ്രത്യേകത ഇത് ടോപ്പ് സോയിലാണ്. ഇനി ടോപ്പ് സോയിൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഓർഗാനിക്
ഓർഗാനിക് മെറ്റീരിയൽ മാത്രമല്ല, എന്തും വരുന്നുണ്ട്, മിനറൽ മെറ്റീരിയൽ, റോക്ക് പൊടിഞ്ഞുണ്ടാവുന്ന മിനറൽ മെറ്റീരിയലും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് സാധനങ്ങളുണ്ട്, ഓർഗാനിക് മെറ്റീരിയൽ, ഓൾ ലെയറിൽ നിന്നുള്ള ഓർഗാനിക് മെറ്റീരിയലും ഉണ്ട്, അതുപോലെ തന്നെ റോക്സ് പൊടിഞ്ഞുണ്ടാവുന്ന മിനറൽ മെറ്റീരിയലും ഇവിടെ ഉണ്ട്. ഇനി ഈ ലെയറിൽ ഓർഗാനിക് മെറ്റീരിയൽ കൂടുതലായിരിക്കും. കാരണം നമുക്കറിയാം തൊട്ട് മുകളിലാണ് പുല്ല്, ചെടി, പ്ലാന്റ്സ്, ഗ്രാസസ് ഒക്കെ നിൽക്കുന്നത്. അതിൻ്റെ ഡീകമ്പോസ്ഡ് മെറ്റീരിയൽസും പാർഷ്യലി ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസും കിടക്കുന്നത് ഈ എ ഹൊറിസോണിൻ്റെ മുകളിലാണ്. സ്വാഭാവികമായിട്ടും ആ ലെയറിൽ നിന്ന് എ ഹൊറിസോണിലോട്ട് ഓർഗാനിക് മാറ്റർ അക്യൂമുലേറ്റ് ചെയ്യപ്പെടാം. ഇനി ഈ മാറ്ററിൽ നിന്ന്, ഈ ഒരു ഹൊറിസോണിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ലീച്ച് ചെയ്തു പോകും. ലീച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് വെള്ളത്തിൽ ലയിച്ച്, മഴവെള്ളത്തിൽ ലയിച്ചോ അല്ലെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ മഞ്ഞ് പെയ്യുമ്പോൾ, മഞ്ഞുരുകുമ്പോഴോ അത് വെള്ളത്തിൽ ലയിച്ച് നഷ്ടപ്പെടാം. അങ്ങനെ ഈ ലെയറിൽ നിന്ന് കുറച്ച് സംഭവങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് അത്? ക്ലേ, അലൂമിനിയം, ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് അതർ സോലുബിൾ മെറ്റീരിയൽസ്. അപ്പോൾ ഇവിടെ നിന്ന് സോലുബിൾ മെറ്റീരിയൽസ് ആയിട്ടുള്ള വസ്തുക്കൾ, അതുപോലെ തന്നെ ക്ലേ, അലൂമിനിയം, ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഇതെല്ലാം വെള്ളത്തിൽ ലയിച്ച് നഷ്ടപ്പെടുന്നുണ്ട്. അത് ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത ലെയറാണ് ഈ ഹൊറിസോൺ അഥവാ എലൂവിയേറ്റഡ് ലെയർ. എലൂവിയേഷൻ എന്ന വാക്കിൽ നിന്നാണ് ഈ ഒരു ലെയറിന് ഈ ഒരു പേര് കിട്ടുന്നത്. എന്താണ് എലൂവിയേഷൻ? എലൂവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ലീച്ചിങ് എവേ ഓഫ് ദി മെറ്റീരിയൽസ്. നമ്മൾ പറഞ്ഞ മഴവെള്ളം അല്ലെങ്കിൽ മഞ്ഞുരുകിയ വെള്ളം സോയിലിൽ കയറി കഴിയുമ്പോൾ സോയിലിനുള്ളിലെ കുറച്ച് പാർട്ടിക്കിൾസിനെ അത് ലീച്ച് ചെയ്ത് കളയും. അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി വേറെ സ്ഥലത്തോട്ട് മാറ്റും. അപ്പോൾ അത് നഷ്ടപ്പെടുന്ന പ്രോസസ്സ്, ആ സോയിൽ മെറ്റീരിയൽസ് മഴവെള്ളത്തിലോ അല്ലെങ്കിൽ മഞ്ഞുരുകിയ വെള്ളത്തിലോ ചേർന്ന് നഷ്ടപ്പെടുന്ന പ്രോസസ്സിനെയാണ് ലീച്ചിങ് എന്ന് പറയുക. അപ്പോൾ അതിനെയാണ് എലൂവിയേഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഹൊറിസോണിൽ നേരത്തെ പറഞ്ഞ അതേ മെറ്റീരിയൽസ്, ക്ലേ, അയൺ, അലൂമിനിയം, ഇതെല്ലാം ലീച്ച് ചെയ്ത് നഷ്ടപ്പെടും. അങ്ങനെയെങ്കിൽ എ ഹൊറിസോണും ഈ ഹൊറിസോണും ഒരുപോലെയല്ലേ? അല്ല. എ ഹൊറിസോൺ എന്ന് പറയുന്നത് ടോപ്പ് സോയിലാണ്, അവിടെ ലീച്ചിങ് എന്തായാലും നടക്കും. പക്ഷേ ഈ ഹൊറിസോൺ എന്ന് പറയുന്നത് എല്ലാ സോയിലിലും ഇല്ല. ഇത് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള മെച്വർ അല്ലെങ്കിൽ ഓൾഡർ സോയിൽസിലാണ് കാണുക. വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെച്വർ അല്ലെങ്കിൽ നല്ല ഡെപ്ത് ഉള്ള സോയിൽസിലാണ് ഈ ഹൊറിസോൺ കാണുക. ഇനി എ ഹൊറിസോണിൽ മെറ്റീരിയൽസ് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ ഈ ഹൊറിസോണിൽ നമ്മൾ ഈ പറയുന്ന ക്ലേ, അയൺ, അലൂമിനിയം പോലെയുള്ള വസ്തുക്കൾ ലീച്ച് ചെയ്ത് പോയി കഴിയുമ്പോൾ ബാക്കി വരുന്ന ക്വാർട്സൈറ്റ് പോലെയുള്ള മെറ്റീരിയൽസിൻ്റെ കോൺസെൻട്രേഷൻ അവിടെ കൂടും. പിടികിട്ടിയോ? അപ്പോൾ എ ഹൊറിസോണിലൊരു കോൺസെൻട്രേഷൻ നടക്കുന്നില്ല. പക്ഷേ ഈ ഹൊറിസോണിൽ അങ്ങനെയല്ല. അവിടെ ഈ മെറ്റീരിയൽസ് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കുറച്ച് മെറ്റീരിയൽസ് ലീച്ച് ചെയ്തു പോകുമ്പോൾ കോഡ്സ് പോലുള്ള മെറ്റീരിയൽസ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതാണ് ഈ ഹൊറിസോണിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഹൊറിസോൺ എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും ഇടയിലാണ് ഇരിക്കുന്നത്. എലൂവിയേറ്റഡ് ലെയർ എന്നാണ് പറയുക. എലൂവിയേറ്റഡ് എന്ന് പറഞ്ഞാൽ ലീച്ചിങ് എവേ എന്നാണ് അർത്ഥം. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അയൺ, ക്ലേ, അലൂമിനിയം, അതുപോലെ ഓർഗാനിക് മെറ്റീരിയൽസ് ഒക്കെ ലീച്ച് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ലീച്ച് ചെയ്ത് പോകുമ്പോൾ കോഡ്സ് പോലെയുള്ള മിനറൽസിൻ്റെ ഡെപ്പോസിഷൻസ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ലെയറാണ് ബി ഹൊറിസോൺ അല്ലെങ്കിൽ നമുക്ക് പറയാം സബ് സോയിൽ. അപ്പോൾ ഈ സബ് സോയിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് സോയിലിൻ്റെ താഴെയാണ് നമ്മുടെ പാരൻ്റ് റോക്ക് ഇരിക്കുന്നത്. അതായത് ഏത് കല്ല് പൊടിഞ്ഞാണോ സോയിൽ ഉണ്ടായേക്കുന്നത്, ഏത് റോക്ക് ഫ്രാഗ്മെൻസിൽ നിന്നാണോ ഈ പർട്ടിക്കുലർ സോയിൽ ഉണ്ടായേക്കുന്നത്, ആ റോക്ക് ഇതിൻ്റെ താഴെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെയർ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ പാരന്റ് മെറ്റീരിയലുമായി സിമിലാരിറ്റി കാണിക്കും. അപ്പോൾ ഇവിടെ വരുന്ന ആ കെമിക്കൽ, ഫിസിക്കൽ തിങ്സ് എന്ന് പറയുന്നത്, അതായത്
ഒരു സോയിലിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഇത് രണ്ടും എന്തുമായിട്ട് ക്ലോസ്നെസ് കാണിക്കും? നമ്മുടെ പാരന്റ് മെറ്റീരിയലുമായിട്ട് ഒരുപാട് സിമിലാരിറ്റി കാണിക്കും. ഇനി ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ പറഞ്ഞല്ലോ എ ലെയറിൽ നിന്നും ഇ ലെയറിൽ നിന്നും മെറ്റീരിയൽസ് ലീച്ച് ചെയ്തു പോകുന്നു എന്ന് പറഞ്ഞു. ഈ എ ലെയറിൽ നിന്നും അതുപോലെ തന്നെ ഈ ലെയറിൽ നിന്നും ലീച്ച് ചെയ്തു പോയ നമ്മുടെ അയേൺ, അലൂമിനിയം, ക്ലേ പോലെയുള്ള മെറ്റീരിയൽസ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ലെയറാണ് ബി ഹൊറിസോൺ. അപ്പം എയിൽ നിന്നും ഇയിൽ നിന്നും ലീച്ച് ചെയ്തു പോയ മിനറൽസ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അക്യൂമുലേറ്റ് ചെയ്യപ്പെടുന്ന ലെയറാണ് ബി ഹൊറിസോൺ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൊറിസോണിൽ ഇവരുടെ അളവ് കൂടുതലായിരിക്കും. ഇങ്ങനെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇലൂവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇലൂവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ലീച്ച് ചെയ്തു പോയി എന്ന് പറയുന്ന മെറ്റീരിയൽസ്, എ ലെയറിൽ നിന്നും ഈ ലെയറിൽ നിന്ന് ലീച്ച് ചെയ്തു പോയി എന്ന് പറയുന്ന മെറ്റീരിയൽസ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന പ്രോസസ്സാണ് ഇലൂവിയേഷൻ. ഇപ്പോൾ ബി ഹൊറിസോണിലാണ് ഈ ഒരു ഇലൂവിയേഷൻ കാണുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ബി ഹൊറിസോൺ അഥവാ സബ്സോയിൽ കഴിഞ്ഞു. അടുത്തതാണ് സി ഹൊറിസോൺ അല്ലെങ്കിൽ പാരന്റ് റോക്ക്. പാരന്റ് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോക്ക് പൊടിഞ്ഞിട്ടാണ് ആ സോയിലിലെ മെറ്റീരിയൽസ് ഉണ്ടായേക്കുന്നത്. അപ്പോൾ സി ഹൊറിസോൺ അല്ലെങ്കിൽ പാരന്റ് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോക്കിൽ നിന്നാണ് സോയിൽ ഫോം ചെയ്തേക്കുന്നത്. ഇതെന്ന് പറയുന്നത് ലാർജ് റോക്സ് ആണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ലെയറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ലാർജ് ആയിട്ടുള്ള റോക്സ് ആണ്. അടുത്തതാണ് ആർ ഹൊറൈസോൺ അഥവാ ബെഡ് റോക്ക്. ആർ ഹൊറൈസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ കാണാം. ആ ടോട്ടൽ സോയിൽ പ്രൊഫൈലിൽ ഏറ്റവും താഴെ വരുന്ന ലെയറാണ് ആർ ഹൊറൈസോൺ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ മോസ്റ്റ് കണ്ടിന്യൂസ് റേഞ്ച് ഓഫ് റോക്സ് ആണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന റോക്കാണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ആർ ഹൊറൈസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് മാസ് ഓഫ് റോക്കാണ്. അപ്പോൾ അതിവിടെ എഴുതിയിട്ടുണ്ട്. കണ്ടിന്യൂസ് മാസ് ഓഫ് റോക്കാണ്, ഹാർഡ് റോക്കാണ്. ഇതാണ് ഒരു സോയിൽ പ്രൊഫൈലിൻ്റെ ഏറ്റവും താഴെ വരുന്ന ലെയർ. ഏറ്റവും താഴെ വരുന്ന ലെയർ ഇതാണ്. അതുപോലെ തന്നെ ഈ ഒരു റോക്കാണ് പാരന്റ് റോക്കായി മാറുന്നത്. ആ പാരന്റ് റോക്കിൽ നിന്നാണ് സോയിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സോയിൽ പ്രൊഫൈലിൽ പറയാനുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ ഒരു ലെയേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടു ഓ ഹൊറൈസോൺ ഉണ്ട്, അതുപോലെ തന്നെ ടോപ്പ് സോയിൽ ഉണ്ട്. ടോപ്പ് സോയിലാണ് എ ഹൊറൈസോൺ. അത് കഴിഞ്ഞ് ഇ ഹൊറൈസോൺ. ഇ ഹൊറൈസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലൂവിയേറ്റഡ് ഹൊറൈസോൺ ആണ്. അതിൻ്റെ താഴെ ബി ഹൊറൈസോൺ, അത് സബ് സോയിലാണ്. അതിൽ നടക്കുന്ന പ്രോസസ്സ് ഇലൂവിയേഷൻ ആണ്. അതായത് ഇലൂവിയേഷൻ എന്ന് പറഞ്ഞാൽ അക്യൂമുലേഷൻ ഓഫ് ദി മെറ്റീരിയൽ. എവിടെ നിന്നാണ് ഈ മെറ്റീരിയൽസ് അക്യൂമുലേറ്റ് ചെയ്യപ്പെടുന്നത്? എ ലെയറിൽ നിന്നും ഇ ലെയറിൽ നിന്നും. ദെൻ അടുത്ത ലെയറാണ് സി ലെയർ അഥവാ പാരന്റ് മെറ്റീരിയൽ. ഇവിടെ ലാർജ് റോക്സ് ആണ് കാണുന്നത്. ഇനി അതിൻ്റെയും താഴെയാണ് ബെഡ് റോക്ക് അഥവാ ആർ ഹൊറിസോൺ. അപ്പോൾ ഈ ആർ ഹൊറിസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് മാസ് ഓഫ് റോക്സ് ആണ്. ഇനി ഈ റോക്സിൽ നിന്നുണ്ടാവുന്ന സോയിൽസ്, ആ സോയിൽസിൻ്റെ സൈസ് അനുസരിച്ച് സോയിൽസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സോയിൽസിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യും. അതിന് ടെക്സ്ചറും കാര്യങ്ങളും ഒക്കെ അനുസരിച്ച് നമ്മൾ അലൂവിയൽ സോയിൽ, റെഡ് സോയിൽ, ബ്ലാക്ക് സോയിൽ എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യും. അത് ഇവിടെയല്ല നമ്മൾ പഠിക്കുന്നത്, അത് ഇന്ത്യൻ ജോഗ്രഫിയിൽ പഠിക്കും. ഇന്ത്യൻ ജോഗ്രഫി എടുക്കുമ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് സോയിൽ പഠിക്കും. അതിൽ ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഓർഗനൈസേഷൻ എങ്ങനെയാണ് സോയിൽസിനെ തിരിച്ചേക്കുന്നത് ആ രീതിയിൽ 8 സോയിൽ പഠിക്കും. ഇവിടെ ജസ്റ്റ് ഞാൻ പറയുന്നത് ഒരു സോയിലിൻ്റെ സൈസ് അനുസരിച്ച് എങ്ങനെയാണ് സോയിലിനെ നമ്മൾ തിരിക്കുന്നത് എന്നാണ്. അപ്പോൾ സൈസ് അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കൊയേഴ്സ് ഗ്രെയിൻഡ് ആയിട്ടുള്ള സോയിൽസ്, അത്യാവശ്യം സൈസുള്ള സോയിലിനെ വിളിക്കുന്ന പേരാണ് സാൻഡ് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ സാൻഡി സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊയേഴ്സ് ഗ്രെയിൻഡ് ആയിട്ടുള്ള സോയിലാണ് സാൻഡി സോയിൽ. സാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നത് തരുതരു പോലത്തെ മണ്ണ് അല്ലേ. കൊയേഴ്സ് ഗ്രെയിൻഡ് ആയിട്ടുള്ള സോയിലാണ് സാൻഡി സോയിൽ. ഇനി ഇത് കഴിഞ്ഞ് സാൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത
ഒരു ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ പറയാം ഇതിലും കുറച്ചും കൂടെ സൈസ് കുറഞ്ഞ സാധനമാണ് സിൽറ്റ്. ഇതിലും കുറച്ച് സൈസ് കുറഞ്ഞ സോയിലിനെ വിളിക്കുന്ന പേരാണ് സിൽറ്റ്. ഇനി സിൽറ്റിനേക്കാളും സൈസ് കുറഞ്ഞതാണ് ക്ലേ. ക്ലേ നമുക്കറിയാം വളരെ ഫൈനസ്റ്റ് സോയിലാണ്, തൊട്ട് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കും അല്ലേ. അപ്പോൾ ഫൈനസ്റ്റ് സോയിലാണ് ക്ലേ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളോട് പറയാണ് തന്നിരിക്കുന്ന സോയിൽസിനെ അതിൻ്റെ സൈസ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ഏറ്റവും കൊയേഴ്സ് സോയിൽ എന്ന് പറയുന്നത് സാൻഡാണ്. സാൻഡ് കഴിഞ്ഞാൽ സിൽറ്റ്, സിൽറ്റ് കഴിഞ്ഞാൽ ക്ലേ. ഇനി നമുക്ക് റോക്സിൻ്റെ ഉള്ളിലോട്ട് വരികയാണെങ്കിൽ ബൗൾഡേഴ്സ് ആണ് ഏറ്റവും വലുത്. ബൗൾഡേഴ്സ് കഴിഞ്ഞ് പിന്നെ വരുന്നത് പെബിൾസ് ആണ്. പെബിൾസ് കഴിഞ്ഞിട്ടാണ് സാൻഡ് വരിക, സാൻഡ് കഴിഞ്ഞിട്ടാണ് സിൽറ്റ് വരിക, സിൽറ്റ് കഴിഞ്ഞിട്ടാണ് ക്ലേ വരിക. ഇനി ഇന്ത്യൻ അഗ്രികൾച്ചറൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെ നിങ്ങൾ വേറൊരു സോയിൽ പഠിക്കും, ലോമി സോയിൽ. അപ്പോൾ ലോമി സോയിൽ എന്താണ് എന്ന് പഠിക്കും. അപ്പോൾ അതിനു മുൻപ് നമ്മൾ പറഞ്ഞ കാര്യം ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. ഫൈനസ്റ്റ് സോയിലാണ് എന്ത് ക്ലേ, എന്നാൽ കുറച്ച് കൊയേഴ്സ് ഗ്രെയിൻഡ് ആയിട്ടുള്ള സോയിലാണ് സാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാൻഡും ക്ലേയും ഈക്വലി മിക്സ് ചെയ്യപ്പെടുന്ന സോയിലാണ് എന്ത് ലോമി സോയിൽ. ഇപ്പം ലോമി സോയിൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ലാർജ് പാർട്ടിക്കിളും ഫൈൻ പാർട്ടിക്കിൾസും ഈക്വലി മിക്സ് ചെയ്യപ്പെട്ടേക്കുന്ന സോയിൽസ് ആയിരിക്കും ലോമി സോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ എന്ന് പറയുന്നത്. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഈ പിക്ചറിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്ന് അറിയില്ല. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, സാൻഡ് എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലൊക്കെ കാണുന്ന സാധനം, കുറച്ചും കൂടെ സൈസുള്ള സാധനം. എന്നാൽ ക്ലേ എന്ന് പറഞ്ഞാൽ വളരെ ഫൈനസ്റ്റ് ആയിട്ട് കാണുന്നതാണ്, പാടത്തൊക്കെ കാണുന്ന സാധനം. ഇത് രണ്ടിൻ്റെയും കൂടെ മിക്സ്ചറാണ് ലോം എന്ന് പറയുന്നത്. നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ വീട്ടിലൊക്കെ വീട് മുറ്റത്തൊക്കെ കാണുന്ന മണ്ണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്ന് സാൻഡിനെ കുറിച്ച് എടുക്കാനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സാൻഡിൻ്റെ ഡെഫിനിഷൻ എന്താണ്, സോയിലിൻ്റെ ഡെഫിനിഷൻ എന്താണ്, സോയിലിൻ്റെ ഫോർമേഷനെ സഹായിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ദെൻ ആ ഒരു സോയിലിൻ്റെ പ്രൊഫൈൽ, അതായത് ഒരു വെർട്ടിക്കൽ കോളം ഓഫ് സോയിൽ എന്താണ്, ആ സോയിലിൽ ഓരോ ലെയേഴ്സും ഏതൊക്കെയാണ്, അതുകൂടാതെ സോയിലിൻ്റെ സൈസ് അനുസരിച്ച് എങ്ങനെ സോയിലിനെ ക്ലാസിഫൈ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി എടുക്കുമ്പോൾ ഇതിൻ്റെ മറ്റൊരു ഭാഗം നമ്മൾ അവിടെ പഠിക്കും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ. അത് സൈസ് അനുസരിച്ചിട്ടല്ല, അതിൻ്റെ ടെക്സ്ചറും കോമ്പോസിഷനും അനുസരിച്ചിട്ടാണ് അത് നമ്മൾ അവിടെ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് എടുത്ത അത്രയും കാര്യങ്ങൾ വൃത്തിയായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ, ടേക്ക് കെയർ.